ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധിച്ചു ചെയ്തു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നും റേച്ചൽ സെസ്സും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ജാനുവരി 8-ാം തീയതി തൻ്റെ 24ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. ദൈവം ഈ വർഷവും ഇവരെ സമൃദ്ധിയോടെ സന്തോഷത്തോടെ മുമ്പോട്ട് നടത്തേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ 2 ആൺമക്കളുടെയും എക്സാമുകൾ ഈ ജാനുവരി നടക്കുന്നു. ആ 2 പേരുടെയും എക്സാമുകളിൽ പൂർണ്ണ വിജയം ഇവർക്ക് കൊടുക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് റേച്ചൽ സെസ് സൗദി അറേബ്യയിൽ തൻ്റെ ജോലിയുടെ കോൺട്രാക്ട് റിന്യൂവലിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതിനകത്ത് തന്നെ ഒരു എക്സാം എഴുതേണ്ട ആവശ്യമുണ്ട്. അത് അത്ഭുതത്തോട് പാസ്സാകേണ്ടതിനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിനെ സഹായിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അതേപോലെ തൻ്റെ അമ്മയുടെ കാലിന് പൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിനായിട്ടും തൻ്റെ ബ്രദറിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ മാർഗം തുറക്കേണ്ടതിനായിട്ടും പ്രത്യേകിച്ച് റേച്ചൽ സെസിൻ്റെ കുടുംബമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവരുടെ ഉയർച്ചയ്ക്കായിട്ടും ഇവരുടെ സന്തോഷത്തിനായിട്ടും പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് ഒരുമിച്ച് ഈ വർഷത്തിൻ്റെ ആരംഭം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഈ 8-ാം തീയതി ജാനുവരി 8-ാം തീയതി ഇവർക്ക് വേണ്ടി വലിയ നന്മകൾ തുറക്കേണ്ടതിനായിട്ട്, ഹല്ലേലൂയ, ഈ ഡിസംബർ മാസം അവസാനം ഇവരും സാക്ഷ്യം പറയേണ്ടതിനായിട്ട്, മഹത്വം കണ്ട സാക്ഷികളായി തീരുവാനായിട്ട്, മഹത്വത്തിനകത്ത് സകലതും പുതിയതായി വെളിപ്പെട്ട് വരും. അറിയാം, നഷ്ടപ്പെട്ടത് മടങ്ങി വരും. ഞാനത് വിശ്വസിക്കുന്നു. ഈ കുടുംബത്തിനകത്ത് 2024 ശത്രു നഷ്ടപ്പെടുത്തിയതെല്ലാം ഇവർക്ക് മടക്കി കൊടുക്കാൻ പോകുന്നതിനായിട്ട്, ഹല്ലേലൂയ. യേശു പറഞ്ഞത്, ഞാൻ വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനായിട്ടാണ്. ഹല്ലേലൂയ. ഒരു ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ് ഇവരുടെ മേളിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളും ഈ സമയത്ത് പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ കർത്താവ് മുഖപക്ഷമില്ലാതെ അനുഗ്രഹിക്കുന്നവനാണ്. മുഖപക്ഷമില്ലാതെ പ്രാർത്ഥനകൾക്ക് ആൻസറുകൾ തരുന്നവരാണ്. നമുക്കത് വിശ്വസിക്കാം. ഹല്ലേലൂയ. ദൈവം കടക്കാരനല്ലെന്നുള്ള ഉറപ്പോടെ നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ റേച്ചൽ സെസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതകരമായ ഒരു വിടുതൽ അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പാ. അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണ, ഹല്ലേലൂയ, റേച്ചൽ സെസിൻ്റെ കുടുംബത്തിൻ്റെ മേളിൽ, പ്രത്യേകിച്ച് 8-ാം തീയതി വെഡിങ് ആനിവേഴ്സറിയുടെ മേളിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ വർഷം, ഈ 24ാമത്തെ വർഷം ദൈവം ഇവരെ ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതിനായിട്ട് കർത്താവേ, അതേപോലെ തന്നെ 2 മക്കളുടെയും ജാനുവരി നടക്കുന്ന എക്സാമുകളിൽ പൂർണ്ണ വിജയം ഇവർക്ക് ലഭിക്കേണ്ടതിനായിട്ട്, മൂത്ത മകന് ഹല്ലേലൂയ തനിക്ക് ലഭിക്കേണ്ട സബ്ജക്റ്റുകളെല്ലാം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ റേച്ചൽ സെസിൻ്റെ ജോലിയുടെ കോൺട്രാക്റ്റ് പുതുകയും എക്സാം പാസ്സാകുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ വിശ്വസ്തനാണല്ലോ. അപ്പോൾ അങ്ങയുടെ കരത്തിലോട്ട് ഞാൻ ഈ മകളെ ഏൽപ്പിക്കുകയാണ്. ഇതുവരെയും ആ ദേശത്തിൽ ഉറപ്പിച്ച, ഇതുവരെയും ആ ദേശത്തിൽ നടത്തിയ കർത്താവ് ഇനിയും നടത്താൻ ശക്തനാകൽ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രിയ സെസിൻ്റെ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുക്കണമേ അപ്പാ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ച് സഹോദരനെ ഏൽപ്പിക്കുകയാണ്. ആ മകൻ്റെ ജോലിയുടെ മാർഗം അങ്ങ് തുറക്കണമേ അപ്പാ. പ്രത്യേകിച്ച് ഹസ്ബൻഡിനെ കുടുംബമായി ഇവരെ ഏൽപ്പിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. ഈ വർഷം ഹല്ലേലൂയ അങ്ങയുടെ മഹത്വം കാണേണ്ടതിനായിട്ട്, ഹല്ലേലൂയ, കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞായതുപോലെ ഇവരുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവപ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. 2012 മുതൽ ഇതുവരെയും എൻ്റെ ദൈവം എന്നെ കരം പിടിച്ച് നടത്തി ഈ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇന്ന് അനേക രാജ്യങ്ങളിൽ ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുന്ന ചില കുടുംബങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ചെയ്തത് മറക്കാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് ദൈവം വീണ്ടും അത്ഭുതത്തെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ 40 വർഷം
പകലും രാവും മഹത്വം നടത്തിയതുപോലെ ഞാൻ വിശ്വസിക്കുകയാണ് ഈ വർഷം ഈ മിനിസ്ട്രിയെ മഹത്വം നടത്തും. ഹല്ലേലൂയ. ഒന്നിനും കുറവില്ലാതെ എല്ലാത്തിനകത്തും നിറവായി മഹത്വം നടത്താൻ പോകുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ. കാരണം എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല, അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിനകത്ത് കരുണയിൽ ഉന്നതനായവൻ, കരുണയിൽ പ്രഭുവായവൻ നിങ്ങളുടെ ജീവിതത്തിനകത്തും മനസ്സലിയാൻ പോവുകയാണ്. ഇതാ നയനിലെ വിധവയെ നിങ്ങൾ നോക്കണം. അവളുടെ ഏക മകനും കൂടെ അവളെ വിട്ടുമാറി. ആ മകൻ്റെ മരണത്തോടു കൂടെ അവൾ നിലവിളിച്ച് ഇതാ മുമ്പോട്ട് വരുമ്പോൾ ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ അവൾ ഇങ്ങനെ ആയിരിക്കും കരയുന്നത്, ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കും? ഹല്ലേലൂയ. എൻ്റെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ശവമഞ്ചത്തിൽ മഹത്വം സ്പർശിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തീർന്നു, തകർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് യേശു സ്പർശിക്കാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്തും മഹത്വം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു. അത്ഭുതം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത, ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞു. നയനിലെ വിധവയുടെ ജീവിതത്തിനകത്ത് ഇനി ആ മകൻ മടങ്ങി വരത്തില്ലെന്നുള്ളത് ലോകം ഉറപ്പാക്കിയതാണ്. എന്നാൽ വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പറ, ലോകം ഉറപ്പിച്ചു ഇനി നടക്കത്തില്ലെന്ന്, ഇനി വഴിയില്ല എന്ന് പറയുന്നവർക്ക് അത്ഭുതം എന്ന് പറയുന്നത് അസാധ്യതകൾ സാധ്യമാകുന്നതാണ്. ഞാൻ ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ വിളിച്ചു പറയുന്നത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ ജീവിതത്തിനകത്ത് അസാധ്യതകൾ സാധ്യമാകാൻ പോവുകയാണ്. എക്സാമിന് പരീക്ഷയിൽ ജയിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ചിലവർ ദൈവത്തിൻ്റെ കൃപയാൽ ജയിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല, ഇനി വഴിയില്ലെന്ന് പറഞ്ഞെടുത്ത് ഒരു മഹാ അത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ കടബാധ്യത ഇനി ഒരിക്കലും മാറത്തില്ലെന്ന് പറയുമ്പോൾ കരുണാസമ്പന്നനായവൻ അവൻ്റെ മഹത്വത്തിൽ നിന്റെ കടബാധ്യതകളെ നീക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സൂപ്പർ നാച്ചുറൽ നടക്കുന്ന സമയമാണിത്. ഹല്ലേലൂയ. ആ നിലയിൽ തന്നെ 2025 നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കാം. പ്രിയരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ ഈ ആരംഭത്തിൽ തന്നെ ഹല്ലേലൂയ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ കഴിയുന്നവനാണ് മഹത്വത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമ്മെ വിളിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇന്നത്തെ ചിന്തയാണ് 2025 പ്രാരംഭത്തിൽ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ വാക്യങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തിനൊന്ന് പുതുകാം. എന്നിട്ട് ഈ 8-ാം തീയതി മുതൽ ഒരുമിച്ചൊന്ന് പറയാം, കർത്താവെ, നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നീ എന്നെ വിളിച്ചിരിക്കുന്നു, നിൻ്റെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്കായി എന്നെ വിളിച്ചിരിക്കുന്നു. അത് ഞാൻ തിരിച്ചറിയാണ്. ഈ 2025 മുഴുവൻ ദൈവത്തിൻ്റെ വരവ് താമസമെങ്കിൽ അങ്ങയുടെ മഹത്വം എന്നിലൂടെ പട്ടണം കാണും, എന്നിലൂടെ സഭ കാണും, എന്നിലൂടെ ഭവനങ്ങൾ കാണും, എന്നിലൂടെ എൻ്റെ സ്വന്തക്കാർ കാണും. അല്ലെങ്കിൽ കാരണം എൻ്റെ കർത്താവ് കൈവിടുന്നവനല്ല എന്നുള്ളത് ദൈവം വെളിപ്പെടുത്താൻ പോകുന്ന വർഷമാണ്. ആ നിലയിൽ ശ്രദ്ധിക്കുന്നവരോട് ഒരിക്കൽ കൂടെ സമർപ്പണത്തോടെ നമുക്ക് പ്രാരംഭ വാക്യത്തിലേക്ക് കടന്നു വരാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക്. എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ നാമത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. പ്രാരംഭമായി കേട്ട വചനത്തിനകത്ത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ നാമത്തിനായി വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്നെ ദൈവം വിളിച്ചതാണ്? ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഒരിക്കലും ഇങ്ങനൊന്നും ആകുമെന്ന് ചിന്തിച്ചതല്ല. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു എന്നുള്ള ബോധ്യമുള്ളവർ പ്രാരംഭത്തിൽ തന്നെ ഒന്ന് സമർപ്പണത്തോടെ, കർത്താവെ അങ്ങനെ വിളിച്ചെന്നുള്ള ബോധ്യം, ആ വിളിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ്. ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ ആരോടൊക്കെയോ ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയുകയാണ്, നിങ്ങൾ പല മേഖലയിൽ തകർന്ന് ഭാരപ്പെട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. രോഗശൈലിയിൽ ആക്സിഡൻ്റ് മൂലം കിടക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ശരീരം തളർന്നുപോയി, സ്ട്രോക്ക് വന്ന് തളർന്നുപോയവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആരംഭത്തിൽ പറയണം, ഹല്ലേലൂയ, ഇതാ ലാസർ ദൈവത്തിന് പ്രിയനായിരുന്നു, യേശുവിന് പ്രിയനായിരുന്നു. അവൻ്റെ അടുക്കലേക്ക് ആളെ അയച്ചിട്ട് പറയണം, നിനക്ക് പ്രിയനായവൻ ഇതാ അധീനമായി കിടക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് ആ സ്ഥലത്ത് വീണ്ടും 2 ദിവസം കൂടെ താമസിച്ചതായി കാണുകയാണ്. ഹല്ലേലൂയ. ആ സമയത്ത് തന്നെ അധീനമായി കിടക്കുമ്പോൾ തന്നെ ഓടിച്ചെന്ന് ലാസറിനെ സൗഖ്യമാക്കുമെന്നാണ് നമ്മളെല്ലാം ചിന്തിച്ചത്. പക്ഷേ യേശു ഒരു മറുപടി പറയുകയാണ്, ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വം എടുക്കേണ്ടതിനാണ്. ആരംഭത്തിൽ തന്നെ സങ്കടത്തോടെ ശ്രദ്ധിക്കുന്നവരോട്, നിരാശയോടെ ശ്രദ്ധിക്കുന്നവരോട് നിങ്ങൾ ഇപ്പോൾ തന്നെ കര ഉയർത്തിപ്പിടിച്ച് പറയണം, എൻ്റെ ജീവിതത്തിനകത്ത് അനുവദിച്ച എല്ലാ വിഷമങ്ങളും അതിൻ്റെ പിന്നിലൊരു മഹത്വമുണ്ട്, അതിൻ്റെ പിന്നിൽ ഹല്ലേലൂയ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറഞ്ഞാട്ടെ, ദൈവപുത്രൻ മഹത്വം എടുക്കാനാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ് എന്നെ ഈ ഭൂമിയിൽ വിളിച്ചെന്നുള്ള ബോധ്യമുള്ളവർ ഈ സമയത്ത് തന്നെ സമർപ്പണത്തോടെ
പറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒന്നുകൂടെ ജീവിതത്തെ ഹല്ലേലൂയ തീരുമാനത്തോടെ കർത്താവെ, ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും മറുപടി വന്നിട്ടില്ല, എൻ്റെ വിഷയങ്ങൾക്കൊന്നും ഹല്ലേലൂയ ഇതുവരെ വിടുതൽ നടന്നിട്ടില്ല, എങ്കിലും എന്നെ വിളിച്ച വിളി എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഈ ഭൂമി കൊണ്ട് ഒതുങ്ങുന്നതല്ല കേട്ടോ. ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ ആരംഭത്തിൽ തന്നെ ഒരു പദം വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ, മോശെ 80-ാമത്തെ വയസ്സിൽ മുൾപ്പടർപ്പിൽ തീ കത്തുന്നത് കണ്ട് അവൻ്റെ ജീവിതത്തിൽ തിരിവാണ് കേട്ടോ. ഹല്ലേലൂയ, ആ തിരിവിനകത്ത് സമർപ്പിച്ചുകൊണ്ട് ഇതാ മുമ്പോട്ട് പോവുകയാണ്. മോശ മുമ്പോട്ട് പോകുന്ന വഴിയിൽ ദൈവത്തോട് പറയുന്നു, നിന്റെ തേജസ്സിനെ എനിക്ക് കാണണം. ഹല്ലേലൂയ, മന്നായ്ക്ക് വേണ്ടി 35 ലക്ഷം ജനം പിറുപിറുത്തിട്ടുണ്ട്, കാടപ്പക്ഷിക്ക് ഇറച്ചിക്കായി പിറുപിറുത്തിട്ടുണ്ട്. മോശ അതിനൊന്നിനും പിറുപിറുത്തവരുടെ കൂട്ടത്തിലല്ല, അവൻ ഒറ്റ ദാഹമേ ഉള്ളായിരുന്നു. എന്താണെന്നറിയാമോ? നിന്റെ തേജസ്സിനെ എനിക്ക് കാണണം. അറിയാം, നിന്റെ തേജസ് എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തണമേ. അറിയാം, നിങ്ങൾക്കറിയാമോ, ആ തേജസ്സിന് വേണ്ടി ആഗ്രഹിച്ചവനെ കൊണ്ട് ഒരു രാജ്യത്തെ വിടുവിപ്പാൻ ദൈവം ആഗ്രഹിച്ചു, അവനെ അതിനുവേണ്ടി നിയോഗിച്ചതായി കാണുന്നു. നിങ്ങൾ മന്നായിക്കോ, നിങ്ങൾക്ക് സാമ്പത്തികമായ വിടുതലുകൾക്കോ അല്ലെങ്കിൽ ഒരു വീടോ കാറോ ഇതൊന്നുമല്ല. ഈ വർഷം കർത്താവിനോട് പറയും, നിന്റെ തേജസ് എനിക്ക് കാണണം. ഹല്ലേലൂയ, നിന്റെ മഹത്വം എൻ്റെ മേളിൽ വെളിപ്പെടുത്തണം. അങ്ങനെ ആഗ്രഹിക്കുന്നവന് ഒന്നിനും കുറവില്ലാത്ത നിലയിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, മറ്റെല്ലാത്തിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ തേജസ്, അല്ലെങ്കിൽ മറ്റെല്ലാത്തിനേക്കാളും വലുതാണ് ദൈവത്തിൻ്റെ മഹത്വം. അതിനു വേണ്ടി ഒരുങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം, ഈ വർഷം എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട്. ഹല്ലേലൂയ, ഞാൻ ജീവിക്കുന്നത് മുഴുവൻ അങ്ങയുടെ മഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. ആ നിലയിൽ ശ്രദ്ധിക്കുന്ന ചിലരോട് ഞാൻ ഒരു പദം കൂടെ വിളിച്ചു പറയണം. നിങ്ങളെ നോക്കി ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് പലരും നിങ്ങളെക്കുറിച്ച് പലതും പറയുന്നുണ്ടാകാം. ദാവീദിനോട് നിങ്ങൾ ചോദിച്ചാൽ ദാവീദ് പറയും, എൻ്റെ ഇന്നത്തെ സാഹചര്യം കാട്ടിൽ തീരുമെന്നുള്ളതാണ്. അപ്പൻ്റെ ആടുകളുമായിട്ട് ഈ കൊടുങ്കാട്ടിലാണ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ആ ആടുകളെ മേയിച്ചു തീരുമെന്ന് പറയുമ്പോൾ, സാന്നിധ്യം ഇറങ്ങി നിൽക്കുമ്പോൾ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി, ഈ കാട് കൊണ്ട് ഒതുങ്ങത്തില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് സാഹചര്യത്തെയാണ് നിങ്ങൾ കാണുന്നത്. ഹല്ലേലൂയ, നിങ്ങൾ ആ പ്രസൻറ്റ് സിറ്റുവേഷനുകളെ കണ്ടിട്ട് ഭാരപ്പെടരുത്. നിങ്ങൾ സാന്നിധ്യം അനുഭവിക്കാൻ തയ്യാറാകണം. സാന്നിധ്യത്തിനകത്ത് നീ ഇന്നത്തെ അനുഭവത്തിലല്ല, നീ എന്താകുമെന്നും നീ ആരാകുമെന്നുള്ളതും ദൈവം നിന്നെ കാണിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ദാവീദിന് ഒരു കാര്യം മനസ്സിലായി, ആടുകളെ മേയ്ക്കുന്നത് ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം നടത്തുന്ന ഒരു ആരംഭമാണ്. ഇതേപോലെ ഇസ്രായേൽ ജനത്തെ ഞാൻ നടത്തും. ഹല്ലേലൂയ, നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് എല്ലാം അസാധ്യമാണെന്ന് തോന്നിയാലും പ്രസൻറ്റ് സിറ്റുവേഷൻ അല്ല, പ്രസൻസിനെ നീ അനുഭവിച്ചാൽ നിൻ്റെ ഭാവി തുറന്നു വരുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ, ആ നിലയിൽ ദാവീദിനെ നോക്കി ഇതാ മറ്റുള്ളവർ പറയുന്ന അനുഭവം ഉണ്ടാകാം. ഇവൻ രക്ഷയില്ല എന്നുള്ളത്. സങ്കീർത്തനം 3-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. 3-ാമത്തെ വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഇതാ ദാവീദ് വിളിച്ച് പറയുകയാണ്, എന്നെക്കുറിച്ച് പലരും പറയുന്നത് എനിക്ക് രക്ഷയില്ലെന്നാണ്, പക്ഷേ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാണ്. ഹല്ലേലൂയ, ദൈവത്തെ ഒന്ന് ആശ്രയിക്കാൻ പറ്റുന്നവർ ഈ ആരംഭത്തിൽ തന്നെ ദൈവത്തെ ഒന്ന് ആശ്രയിച്ചാട്ടെ. കർത്താവ് നിൻ്റെ മഹത്വമാണ്, നിൻ്റെ തലയെ അവൻ ഉയർത്തും, നിൻ്റെ അവസ്ഥകൾക്ക് അവൻ മാറ്റം കൊണ്ടുവരും. അത് വിശ്വസിക്കുന്നവർ സമർപ്പണത്തോടെ കർത്താവിനോട് പറയണം, ഈ വർഷം ഹല്ലേലൂയ നിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. 115-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിൻ്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ഒന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കര ഉയർത്തിപ്പിടിച്ച് വാക്യത്തെ ഏറ്റു പറയണം, ഞങ്ങൾക്കല്ല യഹോവേ, നിൻ്റെ നാമത്തിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിൻ്റെ നാമത്തിന് മഹത്വം വരുത്തണമേ. എന്നിലൂടെ നിൻ്റെ നാമം ദുഷിക്കപ്പെടരുതെന്നതും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, മറ്റുള്ളവർ കളിയാക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ദൈവത്തോട് കരം ഉയർത്തിപ്പിടിച്ച് പറയണം, ഇവൻ്റെ ദൈവം എവിടെ? നീ ഇവൻ ഇത്രയും കരം ഉയർത്തുന്നു, ഇത്രയും പ്രാർത്ഥിക്കുന്നു, ഇത്രയും ആരാധനിക്കുന്നു, ഇവന് മാത്രം വിടുതലില്ലെന്ന് 2024 നിന്നെ നോക്കി കളിയാക്കിയവർ, പിറുപിറുത്തവർ, അവരുടെ മധ്യത്തിൽ നീ വിളിച്ചു പറയണം, ഞങ്ങൾക്കല്ല യഹോവേ, നിൻ്റെ നാമത്തിന് മഹത്വം വരേണ്ടതിനായിട്ട്. ഹല്ലേലൂയ, സമർപ്പിക്കുന്നവർ ഏറ്റെടുക്കുന്നവർ ഒന്ന് സ്വീകരിച്ചോ. ചില കുടുംബങ്ങളിൽ മഹത്വം ഭയങ്കര വലിപ്പത്തിൽ വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ ആൾ മാറിയവരെ പോലെ നിങ്ങളുടെ സകല വഴികളെയും ഇതാ തുറക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടൽ തുറന്നവൻ നിൻ്റെ ജീവിതത്തെ ഇതാ തുറന്നു വിടാൻ പോവുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ, നിൻ്റെ ജീവിതത്തിൻ്റെ നന്മകളെ ദൈവം തുറന്നു വിടാൻ പോവുകയാണ്. അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, അതേപോലെ തന്നെ ഹല്ലേലൂയ ഈ സമയത്ത് സമർപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സമർപ്പിച്ചാട്ടെ. നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ
വാതിലുകൾ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഈ വർഷം ഒരു തീരുമാനം എടുക്കണം. എന്താ തീരുമാനം എന്നറിയാമോ? കർത്താവേ, എൻ്റെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായിട്ട്, ഞാൻ ചെയ്യുന്നതെല്ലാം അങ്ങയുടെ മഹത്വത്തിനായിട്ട്. അങ്ങനെ ശ്രദ്ധിക്കുന്നവർ ജീവിതത്തെ ഒരുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുക്കണം. ഹല്ലേലൂയ. ഈ വർഷം ഞാൻ അങ്ങ് സ്തുതിക്കും. ഹല്ലേലൂയ. സ്തുതിക്കുന്നവൻ്റെ വഴി അടയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതിക്കുക എന്നുള്ളതാണ്. ഹാമാൻ മൊർദെഖായി എന്തെല്ലാം ചെയ്ത് അവസാനിപ്പിക്കാൻ നോക്കിയാലും അവൻ സ്തുതിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനാണ്. അവനെ തോൽപ്പിക്കാൻ ഈ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ ഈ ഭയങ്കര ദൈവസാന്നിധ്യം അനുഭവിക്കുകയാണ്. ഈ മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തോറ്റുപോകുമെന്ന് പറയുന്ന ഏതൊക്കെയോ മേഖലകളിൽ ഇതാ ദൈവം നിന്നോട് വിളിച്ചു പറയുന്നു, എന്നെ ആരാധിക്കുന്ന, എന്നെ സ്തുതിക്കുന്ന ഒരുവനും തോറ്റ ചരിത്രമില്ല. ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നോക്കിയാൽ അറിയാം, വിളിച്ചവരെയെല്ലാം മഹത്വത്തിലേക്ക് നടത്തിയ, വിളിച്ചവരെയെല്ലാം ഉയർച്ചയിലേക്ക് നടത്തിയ ഒരു ദൈവത്തെയാണ് ഞാൻ കാണുന്നത്. നിൻ്റെ ജീവിതത്തിനകത്ത് എന്തില്ലെന്ന് പറഞ്ഞാലും ഇതാ മഹത്വം അത് കൊണ്ടുവരാൻ പോവുകയാണ്. നീ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ 50-ാം സങ്കീർത്തനം അതിൻ്റെ 23-ാമത്തെ വാക്യം ഒരു ഒരുക്കത്തോടെ സമർപ്പണത്തോടെ വരികയാണ്. 2 വാക്യങ്ങളോട് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വാക്യത്തിനകത്തേക്ക്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ഈ വചനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ വർഷം സ്തുതിക്കണം. ഈ വർഷം ദൈവത്തിൻ്റെ ഭയങ്കരമായ പ്രവൃത്തികൾ ഇറങ്ങി വരാൻ പോവുകയാണ്. കാരണം സ്തോത്രം എന്ന യാഗം, നന്ദി പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലായ്മകൾ മറന്നുകൊണ്ട്, വിഷമങ്ങൾ മറന്നുകൊണ്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ആരാധിച്ചു തുടങ്ങുക. ഈ വർഷം ഒരു ആരാധനയോടെ വലിയ നന്മയും വാതിലുകൾ കാണട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ തന്നെ അടുത്ത പദം വ്യക്തമായി വിളിച്ചു പറയുന്നത്, ജീവിതം ക്രമപ്പെടുത്തുന്നവന് രക്ഷയുടെ മാർഗം, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ദൈവം രക്ഷയുടെ മാർഗം കാണിക്കും. അറിയാം, രക്ഷയുടെ വാതിൽ തുറന്നു കൊടുക്കും. അങ്ങനെ വിശ്വാസത്തോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു പദം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വരണമെന്ന് ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഇതാ പരിശുദ്ധാത്മാവിലൂടെ ഈ 2025 ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുക. എന്നെ കേൾക്കുന്നവരെ, ഈ സമർപ്പിക്കുന്ന ഈ മിനിറ്റ് മുതൽ നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സൗരഭ്യ വാസനയുള്ളവരായി മാറാൻ പോകും. നിങ്ങളും നിങ്ങൾക്കുള്ളതും നിങ്ങളുടെ ഭവനവും ദൈവത്തിൻ്റെ മഹത്വത്തിനായി വിളിച്ചിരിക്കുന്നു. അത് ലോകം കാണട്ടെ. നമുക്കൊരുമിച്ച് സമർപ്പിക്കാം. അത്ഭുതകരമായ സാക്ഷ്യത്തിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് എനിക്കായി ഒന്ന് ഒരുക്കി വെച്ചു. കഴിഞ്ഞ 2 മാസത്തിന് മുൻപ് എനിക്ക് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. അപ്പോൾ താങ്കൾ ബാങ്കിലെത്തണം. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ലോൺ എങ്ങനെയാണ്, ബോർഡ് വെക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ബോർഡ് വെക്കണ്ട, സാർ എനിക്കൊരു 2 മാസം കൊടുത്താൽ. അപ്പോൾ സാറ് 2 മാസം നിങ്ങൾ അടയ്ക്കുമോ അതോ ഞാൻ ബോർഡ് വെക്കും? ഞാൻ പറഞ്ഞില്ല, ബോർഡ് വെക്കണ്ട, ദേശക്കാർ എന്നെ കളിയാക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ കരച്ചിൽ വരും, പക്ഷെ കരയാൻ എൻ്റെ യേശു സമ്മതിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഒരു വഴി എനിക്കായി തുറന്നു. തക്ക സമയത്ത് നിന്നെ വിടുവിക്കുന്ന ദൈവം, ലജ്ജിച്ചു പോകാൻ അവിടെ നിന്ന് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വരെ ബോർഡ് കൊണ്ടുവച്ചു. എൻ്റെ വീട്ടിൽ വന്നില്ല. ഞാൻ പറഞ്ഞു, ദൈവം എത്ര നല്ലവൻ, എത്ര കരുതുന്നവൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 31-ന് എനിക്ക് വീണ്ടും ബാങ്കിൽ നിന്ന് വിളിക്കുന്ന ലോൺ അടയ്ക്കണം. ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, നിങ്ങൾക്ക് പൈസയായോ? ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, ഞാൻ വന്ന് അടയ്ക്കും. തക്ക സമയം എന്ന് പറഞ്ഞാൽ ആ 31-ൻ്റെ രാവിലെ എൻ്റെ കയ്യിൽ പൈസ വരുന്നു, ലോൺ കൊണ്ടടയ്ക്കുന്നു. ഇതിനകം പാസ്റ്റർ പലപ്പോഴും ഞങ്ങൾ വോയിസ് മെസ്സേജിൽ വിളിച്ച് പ്രാർത്ഥിക്കും, എങ്കിലും തക്ക സമയം പാസ്റ്ററും വിളിച്ചു പ്രാർത്ഥിച്ചു, അതടയ്ക്കാൻ പറ്റി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒത്തിരി നന്ദി എൻ്റെ യേശുവിന്. സിസ്റ്റർ ആ ലോണ് തീർത്തത് കടം വാങ്ങിച്ചൊന്നുമല്ല കേട്ടോ. സിസ്റ്ററിൻ്റെ ബിസിനസ്സിൽ കർത്താവ് അത്ഭുത വഴി തുറന്നതാണ്. ദൈവം ആ അടയ്ക്കേണ്ട ദിവസം രാവിലെയാണ് ആ പൈസ കിട്ടുന്നത്. ദൈവം അത്ഭുതം ചെയ്തു. പ്രാർത്ഥിക്കുന്നവൻ അവസാന മിനിറ്റും വിശ്വസിക്കണം, ദൈവം പ്രവർത്തിക്കും. ദൈവം ഹല്ലേലൂയ 1 രൂപ 2 രൂപയൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ ആ ലക്ഷങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് തീർത്തു കൊടുത്തു. ഹല്ലേലൂയ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. എൻ്റെ വീട് ആലുവ പറവൂർ സ്ഥലം തട്ടാമ്പടി. ഞാൻ ഈ സഭയിൽ വന്നു തുടങ്ങിയിട്ട് 8 വർഷമായി.
8 വർഷം തികഞ്ഞു കഴിഞ്ഞു. എൻ്റെ മോളെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് സൗഖ്യം കിട്ടിയത് ഇവിടെ വന്നിട്ടാണ്. ജന്മനാൽ എൻ്റെ മോൾക്ക് ശ്വസിക്കുന്ന നാളമുണ്ടായിരുന്നില്ല. ശ്വസിക്കാൻ കഴിയാത്തൊരു കുഞ്ഞായിരുന്നു. ഈ സഭയിൽ വന്ന് അവൾക്ക് സൗഖ്യം കിട്ടി. രണ്ടാമത് എൻ്റെ മകൻ്റെ സാക്ഷിയാണ്. എൻ്റെ മകനെ ജനിച്ചപ്പോൾ ഉള്ള അസുഖം തന്നെയായിരുന്നു, യൂറിൻ അറിയാതെ പോലെ. 5 വയസ്സായപ്പോഴും ഞങ്ങൾ അറിഞ്ഞത്. സ്കൂളിൽ ചേർത്തതിന് ശേഷമാണ് ഇവരിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ. പല ഡോക്ടർമാരെയും കണ്ടപ്പോൾ പറഞ്ഞ് അവന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ്. ഞങ്ങൾ സർജറി ചെയ്യാനല്ല പോയത്. ഞങ്ങൾ സഭയിൽ വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ പാസ്റ്ററോട് പറഞ്ഞു. ഞങ്ങളും പ്രാർത്ഥിച്ച് എല്ലാ ആഴ്ചയിലും സഭയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവനിപ്പോൾ അവൻ്റെ രോഗസൗഖ്യമായി. ഇപ്പം ആ മൂത്രം പോകുന്നില്ല. മൂന്നാമത്തെ ഒരു സാക്ഷി എന്ന് പറയുന്നത്, ഇവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ്റെ മേത്തൊരു ബൈക്ക് തട്ടി. ഇവൻ 2 മീറ്ററോളം അകലെ പോയി തെറിച്ച് വീണ്. ഭയങ്കര വണ്ടികൾ ഒഴുകുന്ന റോഡാണ് തട്ടാമ്പടി റോഡ്. ആ റോട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയതാണ് രാവിലെ പഠിക്കാൻ. ബൈക്ക് അടിച്ചിട്ട് കൊച്ചു ഒരുപാട് ദൂരെ തെറിച്ച് വീണ്ടും കൊച്ചിൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി, മുട്ടുകാലിൻ്റെ എല്ല് പൊട്ടി. 2 മാസം ഈ പ്ലാസ്റ്റർ ഇട്ടിരുന്നെങ്കിലും അവന് ആ തലയ്ക്ക് എന്തെങ്കിലും കേടുപറ്റിയോ ഒന്നും ചെയ്തില്ല. അവൻ തല മൊത്തത്തിൽ സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്കാൻ ചെയ്യണില്ല, ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ ധൈര്യപ്പെട്ട് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ചെയ്തില്ല. ഒരു കുഴപ്പമില്ലാതെ ദൈവം സഹായിച്ച്. പിന്നെ 4ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞാനിവിടെ പ്രാർത്ഥിക്കാൻ സ്ഥിരമായിട്ട് വരുന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, ജോലി കാരണം കൊണ്ട് വരാത്തത്. ഇപ്പോൾ പാസ്റ്റർ എന്നോട് ദൂത് പറഞ്ഞു, സിസ്റ്റർക്ക് എവിടെ നിന്നോ ഒരു നന്മ വരുന്നുണ്ട്, അത് പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ എനിക്കറിയില്ല, എവിടെ നിന്നോ വരണമെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പഞ്ചായത്തിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ പഞ്ചായത്തിൽ ജോലിക്ക് പോകാറുണ്ടാണ്. ഞായറാഴ്ച ദിവസങ്ങൾ പോലും എനിക്ക് ലീവ് എടുക്കാൻ പറ്റാറില്ല. വീട്ടിലാണെങ്കിൽ വയ്യാത്തൊരു കുട്ടിയുണ്ട്, അവൾ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പോൾ അവൾക്ക് ഞാൻ 5 മാസമായി ജോലിക്ക് പോയി തുടങ്ങിയിട്ട്. ഇപ്പോൾ 5 മാസമായിട്ട് അവൾക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷിബു, ഹരിപ്പാട് നിന്ന് വരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദാസനിൽ കൂടെ ഒരു അരുളപ്പാടിക്കുണ്ടായി. 7 ലക്ഷം രൂപയുടെ ബാധ്യതന്മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, 7 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 9 ലക്ഷം രൂപയുടെ ഒരു ക്രമീകരണം എനിക്ക് ദൈവം തന്നു. ഏറ്റവും ഞാൻ ഭയങ്കര കരുതലാണ്. വിളിച്ച് പറഞ്ഞു ഭാരപ്പെടുമൊന്നും വേണ്ട, കാരണം എന്നെ സഹായിക്കാവുന്ന പറഞ്ഞു പോയ വ്യക്തിയെ അപ്രതീക്ഷിതമായി എൻ്റെ മേലുള്ള സഹായങ്ങളൊക്കെ ശത്രു ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഒരു കഷ്ടത വന്നതുകൊണ്ട് എൻ്റെ ഏകദേശം 60,000 രൂപ മേൽ ഞാൻ മാസം പലിശ കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ഒരു 9,500 രൂപയുടെ പലിശയിൽ നിന്ന് എനിക്ക് കുറവ് കിട്ടി. അപ്പം അതോടൊപ്പം തന്നെ ദേവദാസിൻ്റെ പ്രാർത്ഥന എനിക്ക് പല സ്ഥലങ്ങളിൽ ഞാൻ തലകുണിച്ചാണ് നിന്നത്. എന്നിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു, അതിനുശേഷം കുറച്ചൊന്ന് തലയുയർത്തി നിൽക്കാനേ എനിക്ക് പറ്റുന്നുണ്ട്. പ്രിയരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു. കാരണം വിശ്വാസമാണ് ആരംഭങ്ങൾ ഉളവാക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണാൻ പോവുകയാണ്. അറിയാം, മഹത്വം വെളിപ്പെട്ട് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് രോഗികളായി നിൽക്കുന്നവർ, നിങ്ങൾ ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈവയ്ക്കണം. ഈ 2025 നീ രോഗിയായി തുടരത്തില്ല. നിന്നെ മഹത്വം സൗഖ്യമാക്കാൻ പോവുകയാണ്, നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കണം. ഈ വചനം എന്തു പറഞ്ഞിട്ടുണ്ടോ അതെൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുക. ആരെല്ലാം നിങ്ങളെ നോക്കി എന്തെല്ലാം നെഗറ്റീവ് പറഞ്ഞാലും, ഞാൻ ഈ 2025 എൻ്റെ സാഹചര്യങ്ങൾ ഒത്തിരി വിരോധമാണ്, അറിയാം, ഒത്തിരി അസാധ്യതകൾ എനിക്ക് ഈ വർഷത്തിൻ്റെ ആരംഭമുണ്ട്. പക്ഷേ ഈ 2025 തീരുന്നതിന് മുമ്പേ മഹത്വം കണ്ട സാക്ഷിയായി തീരുവാനായിട്ട് ഈ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം ദൈവമാണ്, അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. രോഗമുള്ളവർ ഇപ്പോൾ തന്നെ കൈവയ്ക്കുക. നിങ്ങൾ വലിയ സൗഖ്യം കാണാൻ പോകുന്നു, വലിയ വിടുതൽ കാണാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. മഹത്വം കണ്ടവരായി തീരുവാൻ, വലിയ അത്ഭുതം കണ്ടവരായി തീരുവാൻ, ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ എഴുന്നേറ്റ് വരട്ടെ. ഇവർ ദൈവത്തിനുള്ളവരാണെന്ന് ഇവർ തിരിച്ചറിയട്ടെ. കർത്താവെ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ രോഗികൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടോ എന്നുള്ള ആഴം വെളിപ്പെട്ട് വരട്ടെ. തമ്പുരാനെ, ഇവരെ അങ്ങ് വിലയ്ക്ക് വാങ്ങിച്ചത് അങ്ങയുടെ രക്തത്തിലാണല്ലോ. അങ്ങയുടെ മഹത്വം ഓരോ മക്കളുടെ മേലേക്കും വെളിപ്പെട്ട് വരട്ടെ. ഞാൻ അറിയാം, ബിനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകന് വേണ്ടി ഇപ്പോൾ സൗഖ്യം നടക്കുകയാണ്. കർത്താവെ, ഞാൻ അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടണമേ അപ്പാ. കർത്താവെ, അങ്ങയുടെ കരം, ഹല്ലേലൂയ, ഇപ്പോൾ തന്നെ അത്ഭുതം. സന്തോഷത്തിന് വേണ്ടി വലിയ വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സിബി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സിബിക്ക് വേണ്ടി അറിയാം, വിദേശത്തേക്കുള്ള മാർഗ്ഗങ്ങൾ ദൈവം തുറന്നു കൊടുക്കുകയാണ്. കർത്താവെ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവെ, സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുജ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം നടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ വഴികൾ തുറക്കുകയാണ്. കർത്താവെ,
ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തണമേ കർത്താവെ. ഇവരുടെ ഭവനം മഹത്വം വെളിപ്പെടുത്തുന്നതാകട്ടെ അപ്പാ. ഇവരുടെ ദീനങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരുടെ കടബാധ്യതകൾ മുഴുവൻ മഹത്വം പരിഹരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഹല്ലേലൂയ ഇവരുടെ കടബാധ്യതകളെ തീർക്കുന്നതിനായി സ്തോത്രം. ഇവർ ആ ഭവനത്തിനകത്ത് നിൽക്കുന്ന എല്ലാ കലഹങ്ങളും, എല്ലാ ദുരാത്മാക്കളുടെ ശക്തികളും ഇപ്പോൾ മഹത്വത്തിൽ അവസാനിക്കുക. കാരണം സമുദ്രത്തിൽ വെള്ളം നിറയുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വം ഓരോ ഭവനങ്ങളിൽ വെളിപ്പെട്ട് വരികയാണ്. ഇരുട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ തന്നെ ചിലർ വിടുതലുകൾ കാണുകയാണ്. നിങ്ങളുടെ ബിസിനസ് തകർന്ന അനുഭവത്തിനകത്ത് പുത്തൻ വഴികൾ തുറക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പുതിയ ഇൻ്റർവ്യൂകളുടെ വാതിലുകൾ തുറക്കുന്നു. ആ എക്സാം നിങ്ങൾ പാസ്സാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഷീലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. ഷീലെ കഴിഞ്ഞ 30 വർഷം നടക്കാത്തത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അമൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അമലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിടുതൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞാൻ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ഓരോ മക്കളുടെ മേലിലേക്കും വെളിപ്പെടുത്തുകയാണ്. കർത്താവെ, സാലി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സാലിക്ക് വേണ്ടി പുത്തൻ നന്മകൾ, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ അരയ്ക്ക് താഴ്പോട്ട് തളർച്ചയുമായിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത 2 വ്യക്തികൾ ഇപ്പോൾ മഹത്വം തൊടുന്നു. അവർ എഴുന്നേറ്റ് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുക. അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന് വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന് മാറാൻ പറ്റത്തില്ല. ഇപ്പോൾ അത് നിങ്ങളുടെ മേലിൽ മഹത്വമായി വെളിപ്പെട്ട് വരികയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ 811 എന്ന് കാണുന്ന നമ്പറുകളിലേക്ക് 811 എന്ന് കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ സഹായികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ 9072 നിങ്ങൾക്ക് മെസ്സേജാണ് അയക്കാൻ പറ്റുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അധികത്തിൽ ഉയർത്തട്ടെ. അതേപോലെ ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഈ പ്രയറിന് നേരിട്ട് കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് കടന്നു വരുന്നത് ഓർപ്പിക്കുന്നു. എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരിലും ഒക്കെ നമ്മുടെ ആരാധനകൾ നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ കാണട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.